ഗുഡ്. കരാട്ടെ പഠിക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. അക്രമങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് ആത്മരക്ഷയ്ക്കായി ഓരോ പെൺകുട്ടിയും കരാട്ടെ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഭാഗ്യത്തിന്. എന്തിനാടാ എമ്മെ തായി എന്നെ കൊണ്ട് തല്ലിക്കുന്നത്? അങ്ങനെ എന്തായാലും നിന്റെ ഗുരുവല്ലേ? അത് ശരി. അപ്പൊ അവരെന്നെ തല്ലിയതിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, നീ പൈപ്പ് കൊടുക്കറി അയാളുടെ അടിച്ചതിന്റെ. അപ്പൊ നിന്റെ ഇന്നത്തെ ആവശ്യം എന്നെ കൊണ്ട് മത്തായിയെ തല്ലിക്കണം അല്ലേ? അതെ, തല്ലുന്ന ആക്ഷൻ ഞാൻ കാണിക്കും. അപ്പൊ അവര് കരുതും നീയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം അല്ലേ? അതെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷെ ഐഡിയ കൊള്ളാം നോക്കണം. ഓക്കെ. ഭാരതത്തിലെ തന്നെ ഒരു മികച്ച കരാട്ടെ മാസ്റ്റർ ആണല്ലോ ഈ എമ്മെ തായി. മത്തായി, ഇതാരടാ എന്റെ ശരിക്കുള്ള പേര് വിളിച്ചത്? ഇവനോ? എന്താടാ അന്ന് കിട്ടിയൊന്നും പോരെ? കിട്ടിയത് തിരിച്ചു തരാനാടാ ഈ ഞാൻ വന്നത്. എങ്ങനെ? ഹായ് ഗേൾസ്. ഏഞ്ചലെ, കുഴപ്പമാവോ? എന്ത് കുഴപ്പമാവനടാ, നീ ചെല്ല. എന്താടാ തായി, തുടങ്ങാം. മാസ്റ്റർ കറി എടാന്നോ? അജുവേ തുടങ്ങിക്കോടാ. എന്തൊരു പൊക്കം. ആരടാ പറഞ്ഞത്? മതിയടാ. മാസ്റ്റർ ആയാലും ഒരു മനുഷ്യനല്ലേ? ഏഞ്ചൽ ഇതിൽ ഇടപെടണ്ട. ഓ, അത് ശരി. ബിൽ ക്ലിന്റൺ വിത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തോന്ന് ഏഞ്ചലിന് നാണമല്ലേ ഇമാതിരി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ? അതും ജാങ്കോ പിള്ളേരുടെ ഡ്രസ്. രസം എന്തോന്ന് രസം? ഏഞ്ചലിന് മറ്റേ ഡ്രസ്സുകളാ ചേരുക. ഏത്? ടിവിയിലെ മാലാഹമാരെ പോലെ വെള്ള പൈജാമയും ചുപ്പേ. മതി മതി, സത്യം പറയടാ. ഞാൻ ആ പെൺപിള്ളാരുടെ മുമ്പ് ഷൈൻ ചെയ്തതല്ലേ നിന്റെ പ്രശ്നം? അത് തന്നെ. എനിക്ക് ഷൈൻ ചെയ്യാനാ ഞാൻ ഏഞ്ചലിനോട് ആദർശനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടോ പെൺപിള്ളേരെ കണ്ടപ്പോ കവാത്ത് മറന്നു. പെൺവിഷയത്തില് മാലാഖമാരും കണക്കാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് നോക്കരുത്, പറഞ്ഞേക്കാൻ കിട്ടൂല. എന്താഗ്രഹം? കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതിലും ഭേദം അന്ന് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. വാ, നിന്റെ വിചാരം എന്താടാ? ആത്മഹത്യ വലിയ സംഭവമാണെന്ന്? 100% ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു വാതിൽ അടയുമ്പോ 100 വാതിലുകൾ വേറെ തുറക്കുന്നുണ്ട്. അടഞ്ഞ വാതിൽ നോക്കി സങ്കടപ്പെട്ടിരുന്ന തുറന്ന വാതിലുകൾ കാണില്ല. മനസ്സിലായോ? എവിടെ? നിനക്കൊക്കെ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനും ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ ചന്തിക്ക് തോണ്ടാനുമല്ലേ സമയം? എന്തൊക്കെ കാര്യത്തിലാടാ നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? അച്ഛനൊന്ന് അടിച്ച, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ, എന്തിനധികം TV ചാനൽ വേറൊരാളൊന്ന് മാറ്റിയ ഉടനെ ചെയ്യാൻ ആത്മഹത്യ.
ഇവിടെ ദൈവം തന്ന ജീവൻ നശിപ്പിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. എന്ത് ദൈവം? 1-ാം നമ്പർ ക്രൂരനാങ്ങിയര്. പണ്ടൊക്കെ മെഴുകുതിരി കത്തിച്ച് എല്ലാ ദിവസവും മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അന്ന് ബൈ പറഞ്ഞതാ ഞാൻ. കണ്ടു പഠിക്കടാ. തോക്കുന്നവനൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ഖാദർ മൂസ ആത്മഹത്യ റെക്കോർഡിട്ടാണ്. ഇപ്രാവശ്യം ഖാദർ മൂസൊക്കെ റെക്കോർഡ് ഇടുവോ? ബൈ. അറിഞ്ഞില്ലേ മൂസാക്കനെ പാമ്പ് കടിച്ച്? ഒന്നല്ല 30 പാമ്പുകള് ചില്ലിന്റെ കൂട്ടിനകത്ത് വെച്ച് ആൾക്കാരും പോയി ഷൈ ചെയ്യാൻ വേണ്ടി മൂസാക്ക ഒരു പാമ്പിനെടുത്ത് ഉമ്മ വെച്ച്. ഇത് കണ്ടതും വലിയൊരു പാമ്പ് ദേഷ്യത്തോടെ മൂസാക്കനെ വട്ടം ചുറ്റിട്ട് ഒറ്റ കടി. ദേഷ്യോ? പാമ്പിനോ? അതെ, എന്റെ ഒരു ഡൗട്ടാ. മൂസാക്ക ഉമ്മ വെച്ചത് കടിച്ച പാമ്പിന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് ഉമ്മ വെച്ചാ ഭർത്താവ് വിടോ? അപ്പൊ ബാക്കി പാമ്പുകളോ? മക്കളായിരിക്കും. സ്വന്തം അമ്മയെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാ മക്കള് സമ്മതിച്ചോ? മൊത്തത്തിലൊരു ഫാമിലി അറ്റാക്ക് ആയിരുന്നു. അല്പം ധൃതിയുണ്ട്, വണ്ടി കത്തിച്ചുട്ടോ. മൂസാക്കനെ പാമ്പിനെ കഴിക്കണം. അല്ല ഡോക്ടറെ. കർത്താവേ, പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണേ. പപ്പയ്ക്ക് സിനിമ ചെയ്യാൻ നല്ലൊരു കഥ ലഭിക്കണേ. മർഡോണയ്ക്ക് നല്ല ബുദ്ധി തോന്നി മടങ്ങി വരണേ. പൈസയൊക്കെ തീരാറായി. എന്നോട് ആരെങ്കിലും പറഞ്ഞോ ലാവിഷാവാൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ കൂടെ. ഇതാര് കുടിച്ചു? അതവിടെ ഇരുന്ന് മെൽറ്റ് ആകുന്ന കണ്ട് ഞാൻ എടുത്ത് കുടിച്ചു. ബില്ല് അവിടെ ഇരിപ്പുണ്ട്. കോൺസെൻട്രേഷൻ കളഞ്ഞു. ഓ, ഈ പിശാചിന് വേറെ പണിയൊന്നുമില്ലേ? പിശാചല്ലടാ, ഏഞ്ചൽ. ഓ സോഫി, എപ്പ കണ്ടാലും കരകര വർത്താനവും ഉപദേശവും. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഏഞ്ചൽ ചെയ്യടാ. ഹലോ മർഡോണ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം? മാസപ്പലിശ 80,000 നൽകിയ 1 മാസത്തെ സാവകാശം തരാന്ന് പറഞ്ഞ ബ്ലേഡ് രാജൻ പോയത്. നീ വിഷമിക്കണ്ട. തൽക്കാലം ദാ ഇതൊക്കെ വെച്ചാ പലിശ കൊടുക്കാനുള്ള പൈസ കിട്ടും. കുഴപ്പമില്ലടാ, മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. മേരി ആന്റി വല്ലാത്ത ടെൻഷനില്ല, അതുകൊണ്ടാ. വേണ്ട സോഫി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ഓ സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവന്റെ സുഹൃത്താണ് ജോൺ, ഏഞ്ചൽ ജോൺ. സോഫിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇവൻ എപ്പോഴും പറയാറുണ്ട്. എന്തായി പപ്പയുടെ ഫിലിം പ്രോജക്റ്റ് ഒക്കെ? അത് നല്ലൊരു കഥ അന്വേഷിച്ച് നടക്കുക പപ്പ. പക്ഷേ ഇതുവരെ എൻ്റെ അടുത്തൊരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റുമോന്ന് അറിയില്ല, ഇവൻ പറഞ്ഞു തന്നാ. കഥ ഇതാണ്. ഒരു പയ്യൻ ഏകദേശം ഈ മറഡോണയെ പോലെ തലതെറിച്ച ഒരുത്തൻ. ഇവനെ കൊണ്ട് അല്ലല്ല അവനെ കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പൊറുതിമുട്ടി. അങ്ങനെ ഇരിക്കും ഒരു നാൾ ദൈവവിധിയെ തെറി പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യക്കൊരുങ്ങി. അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മാലാഹ അത് തടഞ്ഞു. ആ മാലാഹ അവന് 2 വഴികൾ കാട്ടിക്കൊടുത്തു. ഒന്ന്, ദൈവവിധി അനുസരിച്ച് ദീർഘായുസ്സുള്ള ഒരു ജീവിതം. 2, സ്വന്തം വിധി സ്വയം തീരുമാനിച്ചുകൊണ്ട് സകലവിധ സുഖങ്ങളോട് കൂടിയുള്ളൊരു ജീവിതം. രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആയുസ് 3-1 കുറയും. ആ മണ്ടൻ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുത്തത്. പറഞ്ഞ കാലാവധി തീർന്നപ്പോ ആ മാലാഹ അവനെയും കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എങ്ങനെയുണ്ട് കഥ? ശരിക്കും നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് നല്ല ആരെങ്കിലും എഴുതണം. സോഫിക്ക് എഴുതിക്കൂടെ? ഞാനോ? സിനിമയുടെ സ്ക്രിപ്റ്റോ? കഴിയും, സോഫിക്ക് കഴിയും. സോഫി എഴുതണം. പപ്പയും മമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ? പൊയ്ക്കൊള്ളൂ.
ദൈവത്തിനേറെ പ്രിയപ്പെട്ടവളാണവൾ. അറിയോ, ദിവസം അവളുടെ പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടിയും ആ പാവം പ്രാർത്ഥിക്കുന്നുണ്ട്. ഏഞ്ചൽ, ഉം, ഉം. എന്റെ വീടിന്റെ ആധാരം. നിനക്കെന്തിനാണ് ആധാരം? നിന്നെ പുറത്താക്കിയ വീടല്ലേ, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അല്ല ഏഞ്ചൽ, ആധാരം എനിക്ക് തിരികെ വേണം. അത് വീട്ടിലെത്തിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. പ്ലീസ്.